ഹായ് ഓൾ, വെൽക്കം ടു PSC ടോക്സ്. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ഡിഗ്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമുക്ക് എന്തായാലും സെഷനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഉത്തരം അറിയെങ്കിൽ. ആദ്യത്തെ ചോദ്യം ഇതാണ്: സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഭരണഘടനാ ഭേദഗതി? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് ആണ് അല്ലെ. ഭരണഘടനയിൽ വരുത്തുന്ന അമെൻമെന്റ്സ് ആണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോ സാമൂഹികമായും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ എന്തായിരുന്നു? അവരെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതി നമ്മുടെ ഭരണഘടനയിൽ വന്നിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 106 ആണോ, 101 ആണോ, 105 ആണോ, 100 ആണോ വരുന്നത്? ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്യുക. 106 ആണോ, 101 ആണോ, 105 ആണോ, അതോ 100 ആണോ വരുന്നത്? കമന്റ് ചെയ്തോളൂ ഉത്തരം അറിയുമെങ്കിൽ. 106, 101 അല്ലെങ്കിൽ 100, 105 ഏതാ വരുന്നത്? അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ആൻസർ നോക്കാം. ഏതായിരുന്നു വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. 105 ആണ് വരുന്നത് അല്ലെ. 105 ആണ്. ഓപ്ഷൻ സി ആണ്. 105 ആണ് വരുന്നത്. അപ്പൊ 106ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 106ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എന്തായിരുന്നു അതിന്റെ പേര്? നാരി ശക്തി വന്ദന അധിനിയം അല്ലെ. സ്ത്രീകൾക്ക് 33% ലോകസഭയിലും ഡൽഹിയിലും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് റിസർവേഷൻ കൊടുക്കുക. അതാണ് 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ വരുന്നത്. 101ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? GSTയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി 100ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശിന്റെയും ബോർഡർ എഗ്രിമെന്റ് ആണ് വരുന്നത് അല്ലെ. ഇനി അടുത്ത നമുക്ക് ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണെന്നാണ് അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണ് എന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ പ്രേം ബിഹാരി നരേൻ റായ് സാദ, ഓപ്ഷൻ ബി രാം പാർഷാദ്, ഓപ്ഷൻ സി NV ഗാഡ്ഗിൽ, ഓപ്ഷൻ ഡി നന്ദലാൽ ബോസ്. ഏതായിരുന്നു? ആരാണ് വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് വരുന്നത്? പ്രേം ബിഹാരി നരേൻ റായ് സാദ, രാം പാർഷാദ്, NV ഗാഡ്ഗിൽ, നന്ദലാൽ ബോസ്. ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഉത്തരം അറിയാവോ? ആൻസർ നോക്കാം. ഏതാണ് വരുന്നതെന്ന്. ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരുന്നത്. പ്രേം ബിഹാരി നരേൻ റായ് സാദയാണ്. അപ്പൊ പുള്ളിക്കാരൻ ഏത് വേർഷൻ ആണ്? ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേർഷൻ ആണ്? ആർക്കെങ്കിലും അറിയാവോ? ഇദ്ദേഹം എഴുതിയ കാലിഗ്രഫി എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പൊ ഹിന്ദി വേർഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഹിന്ദി വേർഷൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു? വസന്ത് കൃഷ്ണ വൈദ്യ ആണ് ഇതിന്റെ ഹിന്ദി കാലിഗ്രാഫർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ വരുമ്പോൾ പ്രേം ബിഹാരി നരേൻ റായ് സാദയാണ്. പിന്നെ നന്ദലാൽ ബോസ്, അടുത്ത PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ ആണ് നന്ദലാൽ ബോസ്. മറ്റേ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടില്ലേ ഭരണഘടനയുടെ സൈഡിലുള്ള ഡി ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ഒറ്റയ്ക്കാണോ? അല്ല കേട്ടോ. നന്ദലാൽ ബോസ് ഒറ്റയ്ക്കല്ല. ഇദ്ദേഹത്തിന്റെ നമ്മുടെ ശാന്തി നികേതൻ കോളേജിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. പക്ഷെ എപ്പോഴും നമ്മൾ ലീഡറിന്റെ പേരല്ലേ പഠിക്കുള്ളൂ അല്ലെ. അപ്പൊ ആരാ? നന്ദലാൽ ബോസ് ആണ് വരുന്നത്. നന്ദലാൽ ബോസ് ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് അടുത്ത ചോദ്യം എന്താ വരുന്നത്? 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടന ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ. അപ്പൊ ഈ 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A. അടുത്ത എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ. അടുത്ത പറയുന്നത് എന്തായിരുന്നു? OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം. അപ്പൊ എന്തായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. എന്താ വരുന്നത്?
106ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. 2024 2024 കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ ഭരണഘടനാ ഭേദഗതി അവസാനമായി ചെയ്തത് ഏതായിരുന്നു? 106 അല്ലെ? ഉത്തരം പറഞ്ഞ ഏതാ വരുന്നേ? ആർക്കെങ്കിലും അറിയാം ഉത്തരം അറിയുമെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന്. ഉത്തരം എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉം മാത്രമാണ്. ഉത്തരം എന്തായിരുന്നു? 1ഉം 2ഉം മാത്രമാണ്. എന്താ 1ഉം 2 എന്ന് പറയുന്നത്? ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A ചെയ്തിട്ടുണ്ടോ? അതെ ചെയ്തിട്ടുണ്ട്. ഡൽഹി NCRൽ അല്ലെ 33% സ്ത്രീ സംവരണം വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? അത് 239A ആണ്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 330A, അതുപോലെ തന്നെ 332A. എന്താ പറഞ്ഞത്? 330A പറയുന്നു ലോകസഭയിൽ സ്ത്രീ സംവരണം വേണം 33%, അഥവാ 1/3 റിസർവേഷൻ എന്തായിരുന്നു? സ്ത്രീ സംവരണം വേണം എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് 332A. എന്തായിരുന്നു 332A എന്ന് പറയുന്നത്? സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലും എന്തായിരുന്നു? സ്ത്രീ റിസർവേഷൻ വേണം അല്ലെ? വുമൻ റിസർവേഷൻ വേണം, 1/3 വേണം, അല്ലെങ്കിൽ 33% വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിന് ശരിയല്ലേ? ശരിയാണ്. ഇനി മൂന്നാമത്തെ എന്താ പറയുന്നത്? OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം വേണമെന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ നിയമം വായിച്ചപ്പോൾ അല്ലെങ്കിൽ പത്രങ്ങളിൽ നിങ്ങളൊക്കെ വായിച്ചപ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? സ്പെഷ്യൽ റിസർവേഷൻ ഒന്നും ഇല്ല. ഇപ്പൊ ഈ 33% എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് SC ST ആണ് പറയുന്നത്. അപ്പൊ പിന്നെ OBCക്ക് സ്പെഷ്യൽ സംവരണം ഒന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ സ്ത്രീ സംവരണത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മൂന്നാമത്തെ തെറ്റായത്. 1ഉം 2ഉം മാത്രം എന്ത് വരുന്നത്? ശരി വരുന്നത് അല്ലെ? ഇനി നമുക്ക് എന്തായിരുന്നു? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻ. അടുത്ത ചോദ്യം എന്തായിരുന്നു? പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ഏത് ആർട്ടിക്കിളിലാണ് എന്തെന്ന് പറയുന്നത്? പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ തന്നെ വനങ്ങളും വന്യജീവികളൊക്കെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് പറയുന്നത് 31A, രണ്ടാമത് 48A, മൂന്നാമത് 51A എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ 1ഉം 2 മാത്രം, ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ സി 3 മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? ഉത്തരം അറിയാവോ? അറിയെങ്കിൽ കമന്റ് ചെയ്തേ. എന്താ വരുന്ന ഉത്തരം? യെസ്, ഞാൻ പറയട്ടെ ഉത്തരം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറയാം. ഒന്നാമത് പറയുന്ന 31A വരുന്നുണ്ട്. 31A എന്തായിരുന്നു? പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ ആണ് 31A. അപ്പൊ 31A ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോഡീഷനില്ലേ 50-50, മണിക്കൂട്ടിനെ വിളിച്ച 50-50 നമുക്ക് മാറ്റാം. അതേപോലെ ഒന്നാമത്തത് തെറ്റാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ 50-50 നമുക്ക് കിട്ടോ? യെസ്, 50-50 കിട്ടും. എങ്ങനെയാ 50-50 കിട്ടുക? ദേ ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തു. ദേ ഇതിലും എന്തായിരുന്നു? മുകളിൽ പറഞ്ഞവ എല്ലാം എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? 1ഉം 2ഉം 3ഉം അതിലൊന്നുണ്ട്. അതുകൊണ്ട് ഇതിലും കട്ട് ചെയ്തു. നമുക്ക് ഉത്തരം ഒന്നില്ലെങ്കിൽ സി ആയിരിക്കും, അല്ലെങ്കിൽ ഉത്തരം ബി ആയിരിക്കും കിട്ടിയേ. ഇനി രണ്ടാമത്തെ നമ്മൾ ആർട്ടിക്കിൾ വായിക്കുവാണ് കേട്ടോ. അപ്പൊ 48A എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? DPSPയിലാണ്. DPSPയില് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് വനങ്ങളെയും വന്യജീവികളെയും പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കുക എന്നത് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് ആർട്ടിക്കിൾ 48A പറയുന്നുണ്ട്. അപ്പൊ ഇതെന്തായിരുന്നു? ഉറപ്പായിട്ടും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ 48A ശരിയാണ് നമുക്കറിയാം. 51A നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡൗട്ട് ആണെന്ന് വിചാരിക്കാം. ഒട്ടും പേടിക്കേണ്ട, ആൻസർ നമുക്ക് കിട്ടും. 51A അറിയില്ലെങ്കിൽ ആൻസർ കിട്ടും. 2 ശരിയാണെന്ന് പറഞ്ഞില്ലേ? ഈ 2 എണ്ണല്ലേ നമുക്ക് ബാലൻസ് ഉള്ളൂ. ഇതെന്തായാലും അപ്പൊ തെറ്റായിരിക്കില്ല. ഇത് 3 മാത്രം എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 2 ശരിയാണെന്ന്. ഉത്തരം നമുക്ക് അപ്പൊ തന്നെ കിട്ടി അല്ലെ? 2ഉം 3ഉം മാത്രമാണ് ശരി. ഇനിയിപ്പോ 51A എന്തായിരുന്നു? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് 51A പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നത് നമ്മുടെ കർത്തവ്യമാണ്. എന്തായിരുന്നു? വനങ്ങളെയും വന്യജീവികളെയും നദികളെയും തടാകങ്ങളെയൊക്കെ സംരക്ഷിക്കുകയും ജീവജാലങ്ങളോട് എന്തായിരുന്നു? കരുണ കാണിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കടമയാണ്. നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ആരും അടിച്ചു ചെയ്യിപ്പിക്കല്ല. ഇതൊക്കെ നമ്മുടെ കടമയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ കടമയാണെന്ന് എവിടെ പറയുന്നുണ്ട്? 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഒരു ഡ്യൂട്ടി ആയിട്ട് പറയുന്നുണ്ട്.
അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ 2ഉം 3ഉമാണ് ശരി, 1 തെറ്റാണ്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആൻസർ കിട്ടും. മൂന്നാമത്തെ ഒരെണ്ണത്തിന്റെ കാര്യം അറിഞ്ഞില്ലെങ്കിലും യാതൊരു വിഷയമല്ല കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താ വരുന്നത്? അടുത്ത ചോദ്യം, ഭരണഘടന അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ് പറയുന്നത്. എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നേ? ഒന്നാമത് പറയാണ്, ഭരണഘടനാ അസംബ്ലി, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നു. അടുത്തെന്താ പറയുന്നത്? നിയമസഭയിലെ, അതായത് അസംബ്ലിയിലെ ആകെ അംഗങ്ങൾ 389 ആണ് എന്നാണ് പറയുന്നത്. 389 ആയിരുന്നു എന്ന് പറയുന്നത്. അടുത്തത് എന്തായിരുന്നു? മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു മഹാത്മാഗാന്ധിജി. ഇനി മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി? 1 മാത്രമാണോ? 2 മാത്രമാണോ? 1ഉം 2ഉം 3ഉം ആണോ? മുകളിൽ പറഞ്ഞവ എല്ലാമാണോ? ഏതാണ് വരുന്നത്? എലിമിനേഷൻ ടെക്നിക്ക്, നമ്മൾ നേരത്തെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചില്ലേ, അതേ ടെക്നിക്ക് ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കേ. കൂടുതലായിട്ട് ഇനിയിപ്പോൾ 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്, അയ്യോ 3 എണ്ണത്തിൻ്റെയും എനിക്ക്, അല്ലെങ്കിൽ ഇതിൽ ഒരെണ്ണേ എനിക്ക് അറിയുള്ളൂ, 2 എണ്ണം അറിയില്ല, അല്ലെങ്കിൽ 2 എണ്ണേ അറിയുള്ളൂ, ഒന്നറിയില്ല, ഒരു കൺഫ്യൂഷനും വേണ്ട. എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് കേട്ടോ. പക്ഷെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, എക്സാം ബോർഡിൽ ടെൻഷൻ അടിച്ച എലിമിനേഷൻ ടെക്നിക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സമാധാനത്തോടെ ഇരിക്കണം കേട്ടോ, എങ്കിൽ മാത്രമാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എക്സാം ഹാളിലല്ല, നിങ്ങളൊന്ന് ഉപയോഗിച്ച് എന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ ഉപയോഗിച്ചോ എന്നൊക്കെ കമന്റ് ചെയ്യണേ. ഉത്തരം നോക്കാം. ഏതാ വരുന്നത്? നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അപ്പൊ ഇതിൽ ശരിയായത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ആദ്യം പറയുന്നത്, ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണോ ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്? അല്ല. പിന്നെ ആരാ ആശയം മുന്നോട്ട് വെച്ചത്? ആർക്കെങ്കിലും അറിയാവോ? MN റോയ് ആണ്, അല്ലെ? MN റോയ് ആണ് ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആരാണ്? MN റോയ് ആണ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. അപ്പൊ ആദ്യത്തെ ഒരു ചോദ്യം ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റല്ലേ? അതെ, തെറ്റാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിക്കേ. അപ്പോഴേക്കെന്താ? സമയമില്ല, എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സമയമില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ആദ്യത്തെ ചോദ്യം തെറ്റാ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് മനസ്സിലായില്ലേ? ഇനി നേരെ ഓപ്ഷനിലേക്ക് പോയിട്ട് 1 തെറ്റായത് എലിമിനേറ്റ് ചെയ്ത് കളയാം. നമുക്ക് നോക്കാം. 1 ദേ ഇവിടെ ഒന്നുണ്ട്, കളഞ്ഞു. ഇവിടെ ഒന്നുണ്ട്, കളഞ്ഞു, അല്ലെ? മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം, അതായത് 1ഉം 2ഉം 3ഉം ശരിയാണ്. ഇവിടെ ഒന്നുള്ളത് കാരണം തെറ്റ്. ഉത്തരം കിട്ടിയില്ലേ? ഇനി ഉത്തരം ഒന്നില്ലെങ്കിൽ ബി ആയിരിക്കും, അല്ലെങ്കിൽ ചോദ്യം PSCക്ക് തെറ്റായിരിക്കും. ഇതിൽ 2 ഓപ്ഷനേ നമുക്കുള്ളൂ. ഉത്തരം എന്താ? ബി എന്ന് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, പെട്ടെന്ന് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പക്ഷെ എന്തായിരുന്നു? ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ ഉത്തരം കിട്ടി. ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴേക്കും എന്താ? ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കിട്ടുവാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ PSCയുടെ എലിമിനേഷൻ ടെക്നിക്കിന്റെ ഒരു എൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ബാക്കിയുള്ള 2 എണ്ണം നമുക്ക് ഇപ്പം ഡിസ്കസ് ചെയ്യാം. പക്ഷെ PSC ഹാളിൽ അതൊന്നും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട. ഉത്തരം കിട്ടി. ഒറ്റ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നേരെ ഇതിലേക്ക് പോവാം, ഓപ്ഷൻസിലേക്ക് പോവാം. ഉത്തരം കിട്ടി എലിമിനേഷൻ മെത്തേഡിലൂടെ കേട്ടോ. അപ്പൊ അടിപൊളിയല്ലേ എലിമിനേഷൻ മെത്തേഡ്. ഇനി അടുത്ത പറയുന്നത്, നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ശരിയാണ്. നിയമസഭയിലെ ആകെ, അതായത് നമ്മുടെ അസംബ്ലിയിലെ ആകെ അംഗങ്ങൾ എത്രയായിരുന്നു? 389 അംഗങ്ങളായിരുന്നു. ഇനി നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും സ്പ്ലിറ്റ് ആവുന്നുണ്ട് അല്ലെ? അപ്പൊ പാകിസ്ഥാൻ എന്തായിരുന്നു? അവിടെയും പാകിസ്ഥാനിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ട്. അപ്പൊ കുറെ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോൾ എണ്ണം എത്രയായിരുന്നു? 299 പേരായിട്ട് മാറാണ്. ബാക്കിയുള്ളവർ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്, മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. മഹാത്മാഗാന്ധിക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി ഒന്നും അംഗമൊന്നും ആയിരുന്നില്ല. അപ്പൊ ഇത് എന്തായിരുന്നു? തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇതും എന്തായിരുന്നു? തെറ്റാണ് വരുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ, യെസ്, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ? 1 തെറ്റാണ്, 2 എന്തായിരുന്നു? 2 ശരിയാണ്, 3 തെറ്റാണ്. അപ്പൊ ഉത്തരം കിട്ടിയോ? നമുക്ക് ഇതൊന്നും നമ്മളിപ്പോ ക്ലാസ്സിലായതുകൊണ്ടാട്ടോ ഇതൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരെണ്ണത്തിന്റെ വായിച്ചത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടി. ഓക്കെ, ഇപ്പൊ നമുക്ക്
സമയമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്നാവാം. ഓക്കെ ഫൈൻ. അപ്പൊ അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം ഇതാണ്. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എത്രയായിരുന്നു ആകെ അംഗസംഖ്യ? 389, 292, 289, 299. 1946 വർഷം ഏതായിരുന്നു? 1946 ആണ് അല്ലെ. 46 അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? 1946 ഭരണഘടനാ നിർമ്മാണ സഭ വരുമ്പോഴെന്തായിരുന്നു? നമ്മൾ സ്പ്ലിറ്റ് അല്ലായിരുന്നു അല്ലെ, രണ്ടുപേർക്ക് രണ്ട് സഭയായിരുന്നില്ല. ഇന്ത്യക്കും പാകിസ്ഥാനും കൂടി ഒറ്റൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് ഉണ്ടായിരുന്നത്. ആ സമയത്തെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഉത്തരം അറിയുമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. ഉത്തരം അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? യെസ്, ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന്. ഏതാ വരുന്നത്? യെസ്, ആൻസർ നോക്കാം. ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. 389 ആണ്. 389 ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ആയതിനു ശേഷമാണ് എത്ര വരുന്നത്? 299. ഇനി എവിടെന്നാ 292 എന്ന് പറയുന്ന നമ്പർ PSC ഇട്ടത്? വെറുതെ ഒരു റാൻഡം ആയിട്ടുള്ള നമ്പർ ആണോ? ഇല്ല, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാ. കാരണം എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 292 എന്ന് പറയുന്ന നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബ്രെയിൻ റിവിഷൻ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ പറയും 389 ആണോ, അതോ 292, അതോ 299? കാരണം നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട്. എല്ലാം പഠിച്ചു, റിവൈസ് ചെയ്തില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. റിവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് തുടക്കത്തിലായിരുന്നു, ഇത് പാകിസ്ഥാൻ പോയ സമയത്തായിരുന്നു. ഇതെന്തായിരുന്നു? പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങൾ, പ്രൊവിൻസിൽ നിന്നുള്ള മെമ്പേഴ്സ് എത്രയായിരുന്നു? 292. ഇനി PSC ചോദിക്കുവാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നിന്ന് ഇത്ര പേരായിരുന്നു. എത്ര പേരായിരുന്നു? 93 പേര്. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നിന്ന് 93 പേര്. ചീഫ് കമ്മീഷണേഴ്സിന്റെ പ്രൊവിൻസിൽ നിന്ന്, ചീഫ് കമ്മീഷണർ നേരിട്ട് ഭരിക്കുന്ന പ്രൊവിൻസിൽ നിന്ന് എത്ര പേരാണ്? 4 പേരാണ് വരുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന നയത്തിന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. അതായത് നിങ്ങൾ മലയാളം നോക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇംഗ്ലീഷ് നോക്കുക. കാരണം ഞാൻ ഇപ്പൊ മലയാളം എടുത്തത് ഇപ്പൊ ഡിഗ്രിക്കാർക്കാണെങ്കിലും +2കാർക്കാണെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്നുകൊണ്ടാണ് മലയാളം ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോ DPSPയെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ശരിയായിട്ടുള്ള ഉത്തരം ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. ആദ്യം പറയുന്നത് ഈ ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ഈ ആശയം എങ്ങനെയായിരുന്നു കടമെടുത്തത്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലമാണ്. ചില ആശയങ്ങൾ എങ്ങനെയായിരുന്നു? ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലമാണ്. അടുത്തത് സർക്കാരിന്റെ പ്രകടനം അളക്കാനുള്ള അളവുകോലാണ്. സർക്കാരിന്റെ പ്രകടനം അളക്കാനുള്ള അളവുകോലാണിത്. ഇനി ഇത് ഭേദഗതിക്ക് വിധേയമാണ്, കൂടാതെ ജുഡീഷ്യൽ അവലോകത്തിനും അതീതമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതീതമാണ്. അപ്പൊ ഏതാ വരുന്നത്? ഏതാ? ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാ വരുന്നത്? 1ഉം 2ഉം ആണോ? 2ഉം 3ഉം ആണോ? 3ഉം 4ഉം ആണോ? 2ഉം 3ഉം 4ഉം ആണോ? ഏതാ വരുന്നത്? ഉത്തരം അറിയാവോ ഏതാ വരുന്നതെന്ന്? ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ ഏതാ വരുന്നതെന്ന്. യെസ്, ഉത്തരം അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ഏതാ വരുന്നതെന്ന്. ആൻസർ നോക്കാം. ഏതാ വരുന്നതെന്ന് ആൻസർ നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ഉത്തരം തെറ്റാണ്. PSCയുടെ നിങ്ങൾ എവിടെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ബോറോഡ് കോൺസെപ്റ്റ് എന്ന് പറയും. അതായത് ഒരാശയം എവിടെ നിന്നാണ് ചോദിച്ചത് എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഒരു 10 അല്ലെങ്കിൽ ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു 10 PSCയുടെ ക്വസ്റ്റ്യൻസ് പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. DPSP ചോദിച്ചിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ DPSP ചോദിച്ചിട്ടുണ്ടാവും. PSCയുടെ ഒരു ഫേവറേറ്റ് പാർട്ടാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ DPSP എവിടെ നിന്നാണ് എടുത്തത്? ബ്രിട്ടനിൽ നിന്നാണോ? അല്ല, അയർലാൻഡിൽ നിന്നാണ്. നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്ഷൻസ് കൊടുക്കുന്ന എവിടെന്നാ? ലാൻഡിൽ നിന്നാണ് അല്ലെ. നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന എവിടെന്നാ? ലാൻഡിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലായേ? ഇത് തെറ്റാണെന്ന് മനസ്സിലായി. അടുത്തത്, ഇനി ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ്. അത് ശരിയാണ്. കാരണം എന്തായിരുന്നു? ചിലതെന്തായിരുന്നു? ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ്. കാരണം ഈ DPSP തന്നെ
ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, രണ്ടാമത് എന്തായിരുന്നു ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്, മൂന്നാമത് ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. അങ്ങനെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ രണ്ടാമത് ശരിയല്ലേ? ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് 50-50 കിട്ടും കേട്ടോ. കാരണം ഒന്ന് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ എ എലിമിനേഷൻ ആവും. അതുപോലെ തന്നെ എന്തായിരുന്നു 2 ശരിയാണെന്ന് പറയുമ്പോൾ നമുക്ക് സി എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഉത്തരം ഒന്നില്ലെങ്കിൽ ബി അല്ലെങ്കിൽ ഡി. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 4 ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. 3 എന്തായിരുന്നു വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എക്സാം ഹോളിൽ ഇപ്പൊ നമുക്ക് വായിക്കാം. എക്സാം ഹോളിൽ 3 വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മൂന്നാമത്തെ എന്തായിരുന്നു സർക്കാരിന്റെ പ്രകടനം അളക്കാനുള്ള അളവ് കോലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ പ്രകടനം എങ്ങനെയാണ്? ഒരു ശരിക്കും DPSPയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു? ജനങ്ങളുടെ വെൽഫെയർ ആണ്, ഒരു ക്ഷേമ രാഷ്ട്രമാണ്, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് DPSPയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. എന്തായിരുന്നു? ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടി എന്തൊക്കെയാണോ പറയുന്നത് അതാണ് നമുക്ക് DPSPയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ DPSPയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ നമുക്ക് പറയാം അതെന്തായിരുന്നു, അത് അടിപൊളി ഗവൺമെന്റ് ആണ്, അടിപൊളി ഭരണകൂടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം സർക്കാരിന്റെ പ്രകടനം അളക്കാനുള്ള ഒരു കോലുണ്ടല്ലോ, അതാണ് നമ്മുടെ DPSP. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. ഇനി അടുത്തത്, ഇത് ഭേദഗതിക്ക് വിധേയമാണ്. ഭേദഗതി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ 48A ആണ്. അതുപോലെ തന്നെ 45-ന് നമ്മൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ ഇതെന്തായിരുന്നു? ശരിയാണ്. ഇനി കൂടാതെ ജുഡീഷ്യൽ അവലോകനത്തിനും അതീതമാണ്. അപ്പൊ അതീതമാണ് അല്ലെങ്കിൽ വിധേയമാണ്, രണ്ടും എന്തായിരുന്നു വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ജുഡീഷ്യൽ അവലോകത്തിന് അതീതമാണെന്ന് പറയുമ്പോൾ എന്തായിരുന്നു, വിധേയമാണെന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റും. അതീതമാണെന്ന് പറയുമ്പോൾ നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തായിരുന്നു? നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. DPSP നോൺ ജസ്റ്റീഷ്യബിൾ ആണോ? യെസ് ആണ്. DPSP ചെയ്തില്ല എന്നുകൊണ്ട് കോടതി പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതെന്താ പറയുന്നത്? നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഭേദഗതിക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 4ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ 2, 3, 4 ഓപ്ഷനിലെ ഉണ്ട്. ഓപ്ഷൻ ഡി. ഓക്കെ, ബി അല്ല, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇരിക്കുക, സമാധാനമാണ് ആദ്യം വേണ്ടത്. അയ്യോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ടെൻഷൻ ആവാതെ ഓരോ സ്റ്റേറ്റ്മെന്റും നമ്മൾ പറയില്ലേ പെറുക്കി എടുക്കുക എന്ന്, അതുപോലെ പെറുക്കി വായിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പരമാധികാരം, ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ്, ഓപ്ഷൻ സി ജനാധിപത്യം അഥവാ ഡെമോക്രാറ്റിക്, ഓപ്ഷൻ ഡി ജനാധിപത്യ ഭരണം അഥവാ റിപ്പബ്ലിക്. 42ാമത്തെ ഭേദഗതിയിലൂടെ ഏത് വാക്കാണ് കൂട്ടിച്ചേർത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണിത്. അപ്പൊ ഇതിന്റെ മാറ്റി ഓരോരോ വാക്കുകളൊക്കെ ആയിട്ട് PSC ചോദിക്കാറുണ്ട്. ഏതാ വരുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോവറിൻ ആണോ, സോഷ്യലിസ്റ്റ് ആണോ, ഡെമോക്രാറ്റിക് ആണോ, റിപ്പബ്ലിക് ആണോ? ഏതാണ്? ഉത്തരം അറിയുന്നവർ താഴെ ഒന്ന് കമന്റ് ചെയ്തേ. ഉത്തരം അറിയുന്നവർ താഴെ കമന്റ് ചെയ്യാ. ആൻസർ നോക്കാം. ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് സോഷ്യലിസ്റ്റ്. പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. അതിലൂടെ 3 വാക്കുകളാണ് ആഡ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകളാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആഡ് ചെയ്തത്. 1976-ലാണ് 42ാമത്തെ ഭരണഘടന ഭേദഗതി കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ഇതന്നെ മാറി PSC ചോദിക്കും. ആൾക്കാരുടെ പേരുകൾ മാറ്റും, ഒരു പേരൊഴിച്ച് ബാക്കി ആൾക്കാരുടെ പേര് മാറ്റി ചോദിക്കും. ഇതിന്റെ ഉത്തരം എപ്പോഴും സെയിം ആയിരിക്കും. PSCയുടെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എനിക്ക് ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, ജവഹർലാൽ നെഹ്റു. ആരാണ് വരുന്നത്? ഉത്തരം അറിയാവോ? ആരാണ് വരുന്നതെന്ന്? താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ഉത്തരം അറിയാവോ? ഉത്തരം നോക്കാം. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ജവഹർലാൽ നെഹ്റു.
PSC ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം ജവഹർലാൽ നെഹ്റു തന്നെ കൊടുക്കും കേട്ടോ. കാരണം ഈ 3 പേരുകളിൽ മാറ്റം ഉണ്ടാവും, പക്ഷെ ജവഹർലാൽ നെഹ്റുവിന് മാത്രം PSC മാറ്റാറില്ല. അടുത്ത ചോദ്യം ഇതാണ്, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. 368 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരുന്നു, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതിന്റെ ആർട്ടിക്കിൾ ഏതാണ്, 368 ആണ്. ഈ 368 അത് ഭേദഗതി ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിൽ, പ്രത്യേക ഭൂരിപക്ഷത്തോടെ, പ്രത്യേക നടപടിക്രമം വഴി, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഏതാ വരുന്നത്? ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ. യെസ്, നമുക്ക് ഉത്തരം നോക്കിയാലോ, ഏതാ വരുന്നതെന്ന്. ഉത്തരം നോക്കാം, ഏതാ വരുന്നത്? പ്രത്യേക നടപടിക്രമം വഴി. അപ്പൊ എന്താ പ്രത്യേക നടപടിക്രമം വഴി? അതായത് പ്രത്യേക ഭൂരിപക്ഷത്തോടെ എന്ന് പറയുന്നത് പകുതി ശരിയാണ്. പ്രത്യേക ഭൂരിപക്ഷം ഉണ്ട്, അതായത് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്, പ്ലസ് അതിന്റെ കൂടെ എന്തായിരുന്നു, പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം, അല്ലെ, ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണം. അപ്പൊ അതാണ് പ്രത്യേക ഭൂരിപക്ഷവും പ്ലസ് ആ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷനും കൂടി കഴിഞ്ഞാൽ പ്രത്യേക നടപടിക്രമമാവും, അല്ല. അത് രണ്ടും പറയാത്തത് കൊണ്ടാണ് പ്രത്യേക നടപടിക്രമം. ഇനി PSC തന്നെ ഇതേ ചോദ്യം വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേക നടപടിക്രമം വഴിയില്ല, പ്രത്യേക ഭൂരിപക്ഷം എന്നായിരുന്നു. അപ്പൊ PSC എന്തായിരുന്നു ആൻസർ ആയി കൊടുത്തത്? പ്രത്യേക ഭൂരിപക്ഷം. അത് പകുതി ശരിയാണ്, അതിന്റെ കൂടെ സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷനും കൂടി വേണം, പകുതി സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷനും കൂടി വേണം. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായിരുന്നു, നമുക്ക് പ്രത്യേക നടപടിക്രമത്തിലൂടെ എന്ന് പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറയുന്നത്. 1, ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേകം ഉറപ്പില്ല. പത്രസ്വാതന്ത്ര്യം തികച്ചും ശരിയാണ്. പത്രങ്ങൾക്ക് സാധാരണ നികുതിയിൽ നിന്ന് മുക്തമാണ്, നികുതി കൊടുക്കണ്ട. ആർട്ടിക്കിൾ 19 പ്രകാരം പത്രങ്ങൾക്ക് പ്രത്യേക പദവികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതാണ് വരുന്നത്? ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഒറ്റ പ്രസ്താവനയെ ശരിയായിട്ടുള്ളൂ. അപ്പൊ നോർമലി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലൊരു ആൻസർ ഉണ്ടാവും. അതെന്താന്ന് എനിക്കറിയാം, ഞാനിപ്പോ പറയാം. എല്ലാവരുടെയും മനസ്സിലൊരു ആൻസർ, മിക്ക ആൾക്കാരുടെയും, അതായത് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൻസർ കിട്ടും. ആൻസർ നോക്കിയാലോ ഏതാണ്? യെസ്, ആൻസർ നോക്കാം, ഏതാ വരുന്നതെന്ന്. ഓക്കെ, ആദ്യം പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. നിങ്ങളുടെ മനസ്സിൽ വന്ന ഉത്തരം 19 അല്ലേ? ആർട്ടിക്കിൾ 19 നിങ്ങൾ എവിടെയോ പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ എന്താ പറയുന്നത് ആർട്ടിക്കിൾ 19? ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയില് പറയുന്നത് എന്തായിരുന്നു? പത്രസ്വാതന്ത്ര്യം ഇംപ്ലിസിറ്റ് ആയിട്ടാണ് പറയുന്നത്, അല്ലാതെ പത്രങ്ങൾക്ക് പ്രത്യേക പദവികൾ കൊടുക്കുന്നില്ല, അവർ നികുതിയിൽ നിന്ന് മുക്തമല്ല. തികച്ചും ശരിയാണെന്ന് പറയുമ്പോഴെന്ന് അബ്സല്യൂട്ട് ആണ്. നമ്മുടെ ഭരണഘടനയിൽ അബ്സല്യൂട്ട് എന്ന് പറയുന്ന വാക്കില്ല അല്ലെ? ഒന്നും പൂർണ്ണമല്ല, എല്ലാം അപൂർണമാണ്, ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് വരുന്നത്. പ്രത്യേകിച്ച് ഉറപ്പൊന്നും പത്രങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. അടുത്തത്, ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ വരുന്നിട്ടുണ്ട്? ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ എത്ര തവണ വന്നിട്ടുണ്ട്? 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ. എത്ര തവണ വന്നിട്ടുണ്ട്? അറിയാവോ എത്ര തവണയാണ് ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്? 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ. എത്ര തവണയാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് വരുന്നത്, 3 തവണ. 3 തവണ. ഞാൻ വർഷങ്ങൾ പറയാം. അപ്പൊ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ വന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യം വരുന്നത് എന്തായിരുന്നു? 1962 68 വരെയാണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നത്. 352 പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ വരുന്നത്. അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആരാണ്? രാഷ്ട്രപതി. എങ്ങനെയാ രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നത്? ക്യാബിനറ്റിന്റെ റിട്ടൺ റെക്കമെൻഡേഷൻ കൂടിയാണ് രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രഖ്യാപിച്ചിട്ട് 1 മാസത്തിനകം പാർലമെന്റ് അംഗീകരിക്കുകയും ഓരോ 6 മാസം കൂടുമ്പോൾ അപ്രൂവൽ കൊടുക്കുകയും അങ്ങനെ എത്ര കാലം വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോവാം. ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ വന്നത് 1962-68 കാലഘട്ടത്തിലായിരുന്നു. അതിന് കാരണം ഇൻഡോ ചൈന വാർ ആയിരുന്നു കാരണം. അടുത്ത ദേശീയ അടിയന്തരാവസ്ഥ വന്നത് 1971 മുതൽ 77 വരെ. എന്തായിരുന്നു രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്? ഇൻഡോ പാക് വാർ ആയിരുന്നു അതിന്റെ കാരണം. മൂന്നാമത് വീണ്ടും ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായി. അത് ഓൾറെഡി രണ്ടാമത്തെ അടിയന്തരാവസ്ഥ എന്തായിരുന്നു? നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ
പേര് പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് എന്തായിരുന്നു, 3ാമത്തെ അടിയന്തരാവസ്ഥ ഉണ്ടായി. അപ്പൊ 1975 മുതൽ, അതായത് മറ്റേ 2ാമത്തെ അടിയന്തരാവസ്ഥയുടെ ഇടയിലുണ്ടായി. 77 2ഉം 3ഉം ഒരുമിച്ചിട്ടാണ് റദ്ദാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. യെസ്, അടുത്തതില്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ ഭാഗം മാത്രമാണ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് നിങ്ങൾ പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ്. കാരണം ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡിഗ്രി പ്രിലിംസിന്, വളരെ ചെറുതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചാൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് നമുക്ക് ഇതിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ PSC ടോക്സിന്റെ ഡിഗ്രി ലെവൽ ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ ഒരു നമ്പർ ഇങ്ങനെ കിടക്കുന്നില്ലേ, ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം വരാറായി. ഇനി എന്താ ചെയ്യേണ്ടത്, വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. ബൈ.